നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂൺ 19-ാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ്. വ്യാഴാഴ്ചയായിരിക്കും ആ ദിവസം. ജൂൺ 23-ന് വോട്ടെണ്ണും. നാളെ മുതൽ ഔദ്യോഗികമായ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. വലിയ പ്രഖ്യാപനങ്ങളൊന്നും സർക്കാരിന് നടത്താൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, പി വി അൻവർ രാജിവെച്ചൊഴിഞ്ഞതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDF സ്ഥാനാർത്ഥി ആരെന്നറിയാൻ ഉത്കണ്ഠയുണ്ട്. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം KR ഗോപികൃഷ്ണൻ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ഗോപികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗോപികൃഷ്ണൻ, അങ്ങനെ ആ വാർത്ത വന്നു, ഉപതെരഞ്ഞെടുപ്പിൻ്റെ തീയതി തീരുമാനിച്ചു. അതെ SKN, അങ്ങനെ ആ വാർത്ത വന്നു. ഗുഡ് മോർണിംഗ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ആ വാർത്ത വന്നിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ ഇരു മുന്നണികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളും കേരളത്തിൽ നടത്തി വരുന്നുണ്ട്. നമുക്ക് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി രണ്ട് രാഷ്ട്രീയ കൗതുകങ്ങളാണുള്ളത്. ഒന്ന്, പിണറായി വിജയനുമായി ഇടഞ്ഞ് ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിയമസഭ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്, അതിൽ നിർണ്ണയിക്കപ്പെടാൻ പോകുന്നത്. മറ്റൊന്ന്, UDFനെ സംബന്ധിച്ച് UDFന് എങ്ങനെയെങ്കിലും ഈ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ, അവർക്ക് വീണ്ടും ഒരു ആധിപത്യം നിലമ്പൂരിൽ ഉറപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്കറിയാം, 2016-ലാണ് മണ്ഡലം UDFന്റെ കൈവിട്ടു പോയത്. അന്ന് ആര്യാടൻ മുഹമ്മദ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് UDFന് വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ആര്യാടൻ മുഹമ്മദിന് ലഭിച്ച ഒരു പിന്തുണ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയില്ല. അങ്ങനെയാണ് ആ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലായിരുന്നു PV അൻവർ അവതരിപ്പിക്കപ്പെട്ടത്. PV അൻവർ പോന്ന ശേഷം ആരായിരിക്കും ഇനി ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുക, അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള മത്സരമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കപ്പെടുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിൽ ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് PV അൻവർ കാണുന്നത്. കാരണം താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനും തന്റെ നിലപാടുകൾക്കും നിലമ്പൂരിലെ ജനങ്ങൾ അംഗീകാരം നൽകും എന്നതായിരിക്കും PV അൻവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിന് അൻവർ വളരെ നേരത്തെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് VS ജോയി ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി, ക്ഷമിക്കണം, V ജോയി ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥിയായി, അവിടെ ജോയി ആയിരിക്കും നല്ലത് എന്ന് നേരത്തെ തന്നെ അൻവർ പ്രഖ്യാപിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടവെച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം UDFനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളാണ്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസിന് വളരെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമല്ല, UDFന് വളരെ എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല നിലമ്പൂരിൽ. അതിന് കാരണം ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വത്തിന് തയ്യാറായി നിലമ്പൂരിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു അവകാശവാദം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം, കുടുംബ പാരമ്പര്യം, നിലമ്പൂരിൽ ദീർഘനാളായി അവിടുത്തെ ജനങ്ങളുമായുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് ഇക്കുറി മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി വരുന്നതിനുള്ള തന്റെ അർഹത ഉറപ്പിക്കുന്നത്. അതേസമയം ആര്യാടൻ ഷൗക്കത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രാദേശിക വിഷയങ്ങളിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ പല വിയോജിപ്പുകളും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് ഇല്ല എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. ജോയിയെ സംബന്ധിച്ച് ജോയി മത്സരരംഗത്തേക്ക് വരുമ്പോൾ ജോയിക്ക് അനുകൂലമായി നിൽക്കുന്നത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്നതാണ്. 22% നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ഉറപ്പിക്കാൻ കഴിയുമെന്നും ലീഗിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിയുമെന്നുമാണ് ജോയ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് ജോയ് ആയിരിക്കും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള ആലോചന നടക്കുന്നുണ്ട്. അതുകൊണ്ട് UDFനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറാൻ പോകുന്നു എന്നതാണ് നിലമ്പൂരിലെ പ്രശ്നം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് അവിടെ പരിഗണിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അൻവർ ജയിച്ചു കയറിയ മണ്ഡലത്തിൽ അൻവർ വലിയ ഒരു ശക്തിയായി നിൽക്കുമ്പോൾ അൻവറിനെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിലായിരിക്കും ഇടതുമുന്നണി നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുക. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്, രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിനുമപ്പുറം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടം എന്നതായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രസക്തമായ അല്ലെങ്കിൽ പ്രസക്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറ്റാൻ പോകുന്നത്.